കൂട്ടുകാരെ, നമുക്ക് കുഞ്ഞാവയെ കണ്ണെഴുതിച്ചാലോ? എന്റെ രണ്ടാമത്തെ കുഞ്ഞ് തുമ്പിയാണ് കേട്ടോ ഇത്. തുമ്പിനെ നമുക്ക് ചുന്ദരിവാവയാക്കിയാലോ? കുറുക്ക് കഴിച്ച് എണ്ണ തേച്ച് നല്ല കുളിയൊക്കെ പാസാക്കി തുമ്പിപ്പെണ്ണ് നല്ല ഉറക്കത്തിലാ. ആളെ നമുക്ക് കുറുക്കത്തിയാക്കിയാലോ? ഞാൻ ഉണ്ടാക്കിയ എരിവില്ലാത്ത നാടൻ കൺമഷി ഉപയോഗിച്ചിട്ടാണ് കുഞ്ഞിനെ കണ്ണെഴുതുന്നത്. കണ്ണെഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ഇയർബഡ്സ് പോലെ നല്ല സോഫ്റ്റായ വൃത്തിയുള്ള സാധനം വെച്ചിട്ടാണ് കുഞ്ഞിനെ കണ്ണെഴുതേണ്ടത്. രണ്ട്, കുഞ്ഞിന്റെ ഉറക്കത്തിന് ഒരു ബുദ്ധിമുട്ടും വരാതെ നല്ല ക്ഷമയോടുകൂടെ വേണം കണ്ണെഴുതാൻ. മൂന്ന്, വാവ കണ്ണെഴുതാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ബലം പ്രയോഗിച്ച് കണ്ണെഴുതരുത്. കൺപീലിയുടെ കടഭാഗത്ത് മഷി ആകുന്ന രീതിയിൽ വേണം കണ്ണെഴുതാൻ. വിരൽത്തുമ്പ് ഉപയോഗിച്ചും നീട്ടി കണ്ണെഴുതാം, പക്ഷെങ്കില് നഖവും അതുപോലെ അഴുക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. ചിലര് തീപ്പട്ടിക്കൊള്ളി ഉപയോഗിച്ച് കണ്ണെഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കണ്ണിന്റെ ചർമ്മം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലോലമല്ലേ. എങ്ങാനും നമ്മുടെ സമയം ശരിയില്ലെങ്കിൽ കണ്ണിന്റെ ഉള്ളില് അത് കൊണ്ടുകഴിഞ്ഞാല് കണ്ണിന് ക്ഷതം ഏൽക്കില്ലേ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. പെൺകുഞ്ഞുങ്ങളുടെ പിരിക എഴുതുമ്പോഴ് നല്ല ഷേപ്പില് അത്യാവശ്യം വീതിക്ക് തന്നെ എഴുതുക. വീതി ഉണ്ടെങ്കിലല്ലേ നാളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് പിരികത്തിന്റെ ഷേപ്പ് മാറ്റാൻ പറ്റുള്ളൂ. മഷി ഇട്ട് കഴിഞ്ഞാല് നല്ല സോഫ്റ്റായ വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് പൗഡർ അതിന്മേലെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്പ്രെഡ് ആവും. പൗഡർ ഇടാനായിട്ട് പഫ് ഉണ്ടല്ലോ, അത് ഒഴിവാക്കുന്നതാണ് കൂടുതൽ നല്ലത്. എന്താന്ന് വെച്ചാൽ പഫ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമല്ലോ, അത് കുട്ടികൾക്ക് അലർജി ഉണ്ടാക്കും. സ്ഥിരം ഒരാള് കുഞ്ഞിനെ കണ്ണെഴുതുന്നതാവും നല്ലത്. പലരും പല രീതിയില് പുരികൊക്കെ എഴുതി കഴിഞ്ഞാല് പുരികത്തിന് ഒരു ആകൃതിയും ഭംഗിയൊന്നും ഉണ്ടാവില്ല. 100% നാച്ചുറലായ എന്റെ കൺമഷിയില് ഒരു പ്രിസർവേറ്റീവ്സും കെമിക്കലും ഇല്ല. നല്ല തിളക്കവും കറുപ്പൊക്കെ ഉണ്ട്. കൺമഷി ഉണ്ടാക്കുന്ന വീഡിയോ എന്റെ ചാനലിൽ ഉണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓർഡർ അനുസരിച്ച് ഞാൻ തന്നെയാണ് കൺമഷി ഉണ്ടാക്കി നൽകുന്നത്. ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്.